22 ലക്ഷത്തിലധികം കുട്ടികൾ മാറ്റുരച്ച നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്കിംഗ് 290 കേരള റാങ്കിംഗ് 5 നേടിയ കേരളത്തിന്റെ ബ്രില്യൻ സ്റ്റഡി സെന്ററിനെ മിടുക്കിയായ ചെൽസിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം ചെൽസിയെയും ഫാമിലിയെയും. ചെൽസി, കൺഗ്രാജുലേഷൻ. എന്ത് തോന്നുന്നു? ഓൾ ഇന്ത്യ റാങ്ക് 290, കേരള റാങ്ക് 5. എന്ത് ഇത്ര സന്തോഷമേ ഉള്ളൂ? ഭയങ്കര സന്തോഷം. നമുക്ക് സന്തോഷം അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഫാമിലിനെ ഒന്ന് പരിചയപ്പെടാം. ഫാമിലിയുടെ സന്തോഷമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. പേരെങ്ങനായിരുന്നു? ബീന. അമ്മയാണല്ലേ? അമ്മ. അച്ഛന്റെ പേര്? സണ്ണി. സണ്ണി. ഇത് അനിയത്തിമാരാ? പേരെങ്ങനാ? ചെറിൽ. ചെസ. ചെറീന. എന്ത് തോന്നി ആദ്യം? അതായത് കേരള റാങ്കിംഗ് 5, ഓൾ ഇന്ത്യ റാങ്കിംഗ് 290 എന്നൊക്കെ കേട്ടപ്പോഴത്തേനും വളരെ സന്തോഷം തോന്നി. ഏതെങ്കിലും ഒരു റാങ്ക് വരുമെന്ന് അറിയായിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ അവള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു റാങ്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രില്യന്റിന്റെ സ്കോളർഷിപ്പ് ആയ 3 ലക്ഷം രൂപ സ്കോളർഷിപ്പും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ബ്രില്യന്റിലേക്ക് വരുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇരട്ടി മധുരം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക് ഒരു വലിയ വിജയമായിട്ടാണ് ഇറങ്ങി പോകുന്നത്. അതിനെ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അപ്പോ റിസൾട്ട് എക്സാം ഒരു അല്പം ടഫ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഒരു ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. വലിയ ടെൻഷൻ ആയിരുന്നു. ഞങ്ങള് ആശ്വസിപ്പിച്ചു, കിട്ടുമെന്ന് പറഞ്ഞു, പ്രതീക്ഷിപ്പിച്ചു. ബ്രില്യന്റ്. പ്രതീക്ഷിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് റിസൾട്ട് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യന്റിലെ? അവർ ഏത് ബാച്ചിലായിരുന്നു ചെൽസി ജോയിൻ? S5 റിപ്പീറ്റർ ബാച്ച് ആയിരുന്നു അല്ലേ? റിസൾട്ട് വന്നു, എക്സാം റിസൾട്ട് ബ്രില്യന്റ് എങ്ങനെ കാണുന്നു? അത് ഇവിടെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റുമായിരുന്നു. എക്സാംസ് ഒക്കെ ചിലത് ഫ്ലപ്പ് ആവും, ചിലത് നല്ലതായിരുന്നു. എന്നാലും ആവറേജ് നല്ല രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ബ്രില്യന്റിന്റെ എക്സാമിന്റെ ആ ഒരു ഡിഫറൻസ് സ്റ്റൈലും ഉണ്ട്. നിങ്ങൾക്ക് ഒറിജിനൽ എക്സാമിൽ വലിയൊരു ടെൻഷൻ തോന്നിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും പറയുമ്പോഴത്തേനും നമ്മുടെ ഒരു എക്സാം എഴുതിയ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പ്രതീക്ഷിച്ചത്. എക്സാം എളുപ്പമായിരുന്നു. അതായത് ഒരു പ്രീവിയസ് ഇയേഴ്സിലെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ഒരു ഈസിനെസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എക്സാമുകൾ ടഫ് ആയാലും നമ്മൾ റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിർത്തുക എന്നുള്ളതാണല്ലോ. അതായത് എക്സാമുകൾ മാറിയാലും കുട്ടികൾ എന്താ പറയാ, അവരുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് മാറുന്നില്ലല്ലോ. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് അല്ലേ. മാർക്കിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ടെൻഷൻ വന്ന് കാണും അല്ലേ? പക്ഷെ ഈ 290, 22 ലക്ഷത്തിൽ നിന്നും 290 വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കേരളത്തിലെ ഒരു 5th റാങ്കിലേക്കൊക്കെ പത്രത്തിൽ വരും എന്നൊക്കെ അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്കോളർഷിപ്പ് ഈ ഒരു കഴിഞ്ഞ പോലെ ഈ വിക്ടറി ഡേ ഒക്കെ കണ്ടിരുന്നു. വിക്ടറി ഡേയുടെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഇതിനകത്തൊക്കെ ഇതുപോലൊക്കെ ഈ ഒരു വലിയ ലൈറ്റിലൊക്കെ വന്നിക്കാൻ സാധിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഓർത്തിരുന്നു. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ എങ്ങനെയുണ്ട് ബ്രില്യന്റിന്റെ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബ്രില്യന്റ് ആണല്ലോ കൊച്ചിന് ഇത്ര വലിയ വിജയത്തിന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ചിട്ടയായ പരിശീലനവും അവളുടെ വർക്കും ഈശ്വരാധീനവും വിജയത്തിലേക്ക് എത്തിയത്. അപ്പൊ അച്ഛൻ പറയും, എങ്ങനെ ഉണ്ടായിരുന്നു ഈ റിസൾട്ട് ആദ്യം അറിഞ്ഞപ്പോഴത്തേനും? എന്തായിരുന്നു? ഞെട്ടലായിരുന്നു. ആദ്യം ഞെട്ടിപ്പോയി. അതായത് മോളില് ഇത്രയും വലിയ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ടിവിയിലാണോ റിസൾട്ട് കണ്ടത്? ടിവിയിലാണ് റിസൾട്ട് കണ്ടത്. പിന്നീട് പിന്നെ വലിയൊരു സന്തോഷം. മോൾക്ക് ഈ ഒരു വലിയ റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അത്ര പ്രതീക്ഷയില്ല. അത്ര വലിയ റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾ ബ്രില്യന്റിനെ കുറിച്ച് നേരത്തെ അറിയില്ലായിരുന്നു തോന്നുന്നു അല്ലേ? ഞങ്ങൾ റിസൾട്ട് വാരി കൂട്ടിയുള്ളൊരു ഇവിടെ വന്ന് കേറിയോ എന്നാൽ ഞങ്ങൾ റിസൾട്ടും കൂടെ വിടാറുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റൈൽ. സത്യമല്ലേ? സന്തോഷം. അങ്ങനെയാണെങ്കിൽ വേറൊരു ചെറിയ സർപ്രൈസ് ഞാൻ അറിഞ്ഞിരുന്നു. ഇതാരാ ഈ അവാർഡ് തന്നത്? സുരേഷ് ഗോപി സാറാണ്. അതെങ്ങനെയുണ്ട് ആ ഒരു മൊമെന്റ് നമ്മുടെ ഒരു സ്റ്റേജില് സാറിന്റെ ഒപ്പം? പ്രതീക്ഷിച്ചില്ല. നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇവിടെ ബ്രില്യന്റിലേക്ക് വരുന്ന ഒരു വരവും തിരിച്ചു പോകുന്ന വരവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വരുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു കോച്ചിങ്ങിന് വേണ്ടി നീറ്റ് എക്സാം എന്ന് പറഞ്ഞ് വരികയും തിരിച്ചു പോകുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റൈലിലാണ് പോകുന്നത് അല്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് സുരേഷ് ഗോപി സാറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്തത് ഭയങ്കര സന്തോഷമായി പോയി. എന്ത് പറഞ്ഞു ആള്? കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. ഇനി എന്താ ചെൽസിയുടെ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ? ഏത് കോളേജ്? ഏതെങ്കിലും നല്ല കോളേജ് എന്നല്ല, നമ്മൾ പറയുന്ന കോളേജ് ഇപ്പൊ കിട്ടും, അതറിയാലോ. ഏത് കോളേജാ വേണ്ടത്? ജിപ്മർ ആഗ്രഹമുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ മനസ്സിലെ പ്രതീക്ഷ. ഇതിനുശേഷം ഏതെങ്കിലും സ്പെഷ്യലൈസേഷനിലേക്ക് പോകാനായിട്ട് ഡോക്ടർമാരെ അതൊന്നും തീരുമാനിച്ചില്ല. എനിവേസ് കൺഗ്രാജുലേഷൻസ്. മാത്രമല്ല അനീതിമാർക്ക് ഒത്തിരി പ്രഷർ കൊടുക്കരുത്. കാരണം അവർക്ക് ഒരു ചെറിയ ടെൻഷനിലൊക്കെ ആയിരിക്കും. അവർക്ക് അത്രയും പ്രഷർ കൊടുക്കണ്ട കേട്ടോ. ഇത് വലിയ റിസൾട്ട് അല്ലേ? വലിയ റിസൾട്ടാണ്. പേടിക്കണ്ട, നമുക്ക് ഒപ്പിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൺസ് മോർ കൺഗ്രാജുലേഷൻസ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.